പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചിരുന്നു. ഈ ഡിസംബർ 2-നാണ് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിരക്കിൽപ്പെട്ട് രേവതി എന്ന യുവതി മരിച്ചത്. യുവതിയുടെ മരണത്തെ തുടർന്ന് പോലീസ് താരത്തിനെതിരെ കേസെടുത്തിരുന്നു. മാത്രമല്ല, അല്ലുവിൻ്റെ വീട്ടിൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും രാത്രി മുഴുവൻ താരത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. താരത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിയേറ്ററിൽ ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് അപകടത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കയ്യേറ്റം ചെയ്തെന്നും ഇതേ തുടർന്നാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ അല്ലുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വന്നിരുന്നു. താരത്തിനെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ലെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ സംഭവത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തു വരുമ്പോൾ അല്ലു നായകനിൽ നിന്ന് വില്ലനിലേക്ക് മാറുന്നു. സംഭവത്തിൽ അല്ലു അർജുനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഹൈദരാബാദ് പോലീസ് ഉയർത്തുന്നത്. തിരക്ക് നിയന്ത്രണാതീതമാണെന്നും ഒരാൾ മരിച്ചെന്നും പോലീസ് അറിയിച്ചിരുന്നു. എന്നിട്ടും തിയേറ്റർ വിടാൻ അല്ലു തയ്യാറായില്ലെന്നാണ് പോലീസിൻ്റെ ആരോപണം. അർദ്ധരാത്രി വരെ അല്ലു അർജുൻ തിയേറ്ററിൽ തന്നെ തുടർന്നു. വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് പോലീസ് ആരോപണം ഉന്നയിക്കുന്നത്. യുവതി മരിച്ചതിന് പിന്നാലെ തന്നെ പോലീസ് അല്ലു അർജുനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സിവി ആനന്ദ് പറയുന്നത്. എന്നാൽ നടനെ നേരിട്ട് ബന്ധപ്പെടാൻ പോലീസിനെ അനുവദിച്ചില്ല. യുവതി മരിച്ചുവെന്നും കൂടുതൽ തിരക്കില്ലാതിരിക്കാൻ ഉടൻ തിയേറ്റർ വിടണമെന്നും നടൻ്റെ മാനേജർ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസിൻ്റെ നിർദ്ദേശം അവഗണിക്കുകയായിരുന്നു. അർദ്ധരാത്രി വരെ അല്ലു തിയേറ്ററിൽ സിനിമ കാണുന്നത് തുടർന്നുവെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു. CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോണുകളുമാണ് ഇതിന് തെളിവായി പോലീസ് പുറത്തുവിട്ടത്. അല്ലുവിൻ്റെ അടുത്തേക്ക് പോകാൻ തിയേറ്റർ മാനേജർ അനുവദിച്ചില്ലെന്ന് ചിക്കടപ്പള്ളി ACP രമേഷ് കുമാർ പറഞ്ഞു. പോലീസിൻ്റെ സന്ദേശം താൻ കൈമാറാമെന്ന് തിയേറ്റർ ഉടമ പറഞ്ഞു. സന്ദേശം കൈമാറിയില്ല. താരത്തിൻ്റെ മാനേജറോട് ദുരന്തവിവരം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. അവസാനം താരത്തിന് അടുത്തെത്തി ദുരന്തവിവരം പറഞ്ഞെങ്കിലും സിനിമ പൂർത്തിയായ ശേഷം മടങ്ങാമെന്നാണ് പറഞ്ഞതെന്നും ACP പറഞ്ഞു. അല്ലു അർജുൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെയും പോലീസിനെയും പിടിച്ചു തള്ളിയതായും പോലീസ് വ്യക്തമാക്കി. സ്ത്രീയുടെ മരണത്തെ തുടർന്ന് അല്ലു അർജുനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാണ് കേസ്. ദുരന്തവിവരം അറിഞ്ഞയുടൻ തിയേറ്റർ വിട്ടെന്നായിരുന്നു അല്ലു അർജുൻ്റെ വാദം. അപകടത്തിൻ്റെ കാര്യം പോലീസ് തന്നെ അറിയിച്ചിരുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ ആരോപിച്ചിരുന്നു. തിയേറ്റർ വിടണമെന്ന് തന്നോട് ആരും പറഞ്ഞിരുന്നില്ലെന്നും അല്ലു മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർന്നാണ് വിശദീകരണവുമായി പോലീസ് വന്നത്. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനിടെ അല്ലു അർജുൻ്റെ ജൂബിലി ഹിൽസിലെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി. അതിക്രമിച്ചു കയറിയ ആളുകൾ വീടിന് നേരെ കല്ലെറിയുകയും പൂച്ചട്ടികൾ തകർക്കുകയും ചെയ്തു. ഒസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ആക്രമണം നടത്തിയത്. 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടക്കുമ്പോൾ അല്ലു വീട്ടിലുണ്ടായിരുന്നില്ല. മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഡിസംബർ 4-ന് നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയാണ് ആന്ധ്ര സ്വദേശിയായ 39-കാരി രേവതി തിക്കിലും തിരക്കിലും മരിച്ചത്. ഇവരുടെ മകൻ 9 വയസ്സുകാരൻ ശ്രീ തേജ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സർക്കാരിന് അല്ലുവിൻ്റെ അറസ്റ്റിൽ ഒരു പങ്കുമില്ലെന്നും നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്നുമായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രതികരിച്ചത്.